കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് ഞങ്ങളിന്ന് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോകുന്ന അകലേക്കൊന്നും ഇല്ല കേട്ടോ, അടുത്ത് തന്നെ കുറച്ച് പർച്ചേസ് ചെടി വാങ്ങണം. ഇപ്പോൾ ചെടി വയ്ക്കാനുള്ളൊരു ഇതുണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ചെടിയോട് ഭയങ്കര താല്പര്യം, രണ്ടാൾക്കും ഇഷ്ടമായിട്ട് അറിയാം, ഇഷ്ടം എനിക്കും ഇഷ്ടം. അപ്പോൾ കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ കാട്ടൂരിൽ നിന്ന് പറഞ്ഞാൽ നല്ല വില കുറവിന് നല്ല ചെടിച്ചട്ടികൾ കിട്ടും. അപ്പോൾ അത് വാങ്ങാൻ ജഗദീഷിൻ്റെ വണ്ടി കിട്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പയുണ്ട് കൂടെ, അപ്പയിൽ പോയിട്ടില്ല. അപ്പയിന് നാളെ കിട്ടാവും. ഞങ്ങൾ അവിടെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പ്രയാസം ലൈറ്റൊക്കെ കൂടുതൽ രാത്രിയായിട്ട് ഭംഗി കാണാൻ ഇതിൻ്റെ വണ്ടി ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കും. കുറച്ച് പണി കൂടി ഉണ്ട്. ടെസ്റ്റ് എപ്പോഴല്ലേ 7-ാം തീയതി. അങ്ങനെ ഇപ്പോൾ ഞങ്ങളൊന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ പ്രയർ കഴിഞ്ഞിട്ടേ കഴിഞ്ഞുകൊണ്ട് ആദ്യം എവിടെ പോകരുതോ? ആദ്യം എവിടെ പോണേ? ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പെൺഡ്രൈവിന് കല്യാണത്തിൻ്റെ ഞങ്ങൾ ആൽബാക്കിയില്ല. അപ്പോൾ അതിൽ എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോ ഫോട്ടോസൊക്കെ ഒരു ഫോട്ടോ തന്നെ 5-6 ആയിട്ട് ആണ്. അപ്പോൾ നമുക്ക് അപ്പം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് അത് നോക്കാനായിട്ടും കാണാനായിട്ടും. അപ്പോൾ അത് അത് ശരിയാക്കണം. അത് ഇങ്ങനെ പാട്ടൊക്കെ ആക്കിയിട്ട് ഒരേ ഫോട്ടോസൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്തു തരാമെന്ന് ആൾ പറഞ്ഞു. ഞങ്ങൾ പുളിഞ്ചോട്ടിൽ ഒരു സ്റ്റുഡിയോയുടെ പേര് അവിടെയാണ് കൊടുത്തിരുന്നത്. അവിടെയാണ് ഇത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോ എടുത്തത് അവിടെ അവരായിരുന്നു. കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ അബ്ബയി കണ്ട അബ്ബയി ഇങ്ങനെ ഫോണേൻ്റെ ത്രില്ലിലാണ്. എൻ്റെ വീട്ടിലും കയറണം എന്ന് പറഞ്ഞപ്പോൾ അബ്ബയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അബ്ബയ്ക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടം, എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചിലപ്പോൾ അവിടെയും കയറും. എന്തായാലും അവിടെയും വരെ പോണതല്ലോ, അപ്പോൾ അവിടെയും കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. അബ്ബയി കുറച്ച് കുറുമ്പുണ്ട് കേട്ടോ. അബ്ബയ്ക്ക് കുറച്ച് കുറുമ്പുണ്ട്. അബ്ബയി നാളെ പോണതാണ് ഒരു വിഷമത്തിൽ ഞങ്ങൾ. ഇത് സ്നേഹം വരുമ്പോൾ ഇങ്ങനെ കുറേ തന്നുകൊണ്ടിരിക്കും. പിന്നെ കാട്ടൂർ നല്ല വില കുറവിന് ചെടിച്ചട്ടി കിട്ടും കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് തൃപ്രയാറിന്ന് വാങ്ങിച്ചു. ആദ്യം വാങ്ങിച്ചിട്ട് ഭയങ്കര വില തോന്നി. അപ്പോൾ ആരോ പറഞ്ഞു ഞങ്ങളോട് അവിടെ നിന്ന് വാങ്ങിച്ച് നോക്ക്, കാട്ടൂരിൽ നിന്ന് വാങ്ങിച്ച് നോക്ക്, അവിടെ ഭയങ്കര വില കുറവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി നോക്കിയപ്പോൾ ശരി നല്ല വില കുറവുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ചോദിച്ചാൽ അന്ന് ഞങ്ങൾക്ക് ബൈക്കുമല്ലേ, കാരണം കാട്ടൂരിൽ നിന്ന് അധികം വാങ്ങാൻ പറ്റിയില്ല. ഒരു 10 ചെടിച്ചട്ടിയൊക്കെ വാങ്ങി. അതിനധികമായില്ല കേട്ടോ. ഇന്നിപ്പോൾ അങ്ങോട്ട് പോയിട്ടപ്പോൾ അത്ര അധികം വാങ്ങാമല്ലോ, അധികം വാങ്ങി കിട്ടിയാലെന്ന് വെച്ചു. ചെടികളിങ്ങനെ കുറേശ്ശെ കിട്ടി തുടങ്ങണുള്ളൂ. അവിടെ നിന്ന് കേക്ക് കിട്ടും. പിന്നെ വാങ്ങണം, ഇനി കുറച്ച് ചെടിച്ചട്ടി കൂടി വാങ്ങണം വിചാരിക്കും. അങ്ങനെ അപ്പയ്ക്ക് എന്തെങ്കിലും പറയാ? ഹായ് പറഞ്ഞേ. അപ്പോൾ എൻ്റെ കൂട്ടാ അപ്പയ് നിങ്ങൾ കാട്ടൂരെത്തിയിട്ടാണ്. ഞാനും ഇതും അവരുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞങ്ങളത് അകടയിലെത്താറായി എത്തിയിട്ട് പറയട്ടാ. ഇതാട്ടാ കാട്ടൂർ ചന്തം. ഇത് കടകൾ ഞങ്ങൾ കയറുന്ന കട കാണിച്ചറാട്ടാ. ഇതല്ലേ കുറേ ചെടിച്ചട്ടികളുണ്ട്. ഇതൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ കടകളാണ്. എന്താ പേര്? ചെടിച്ചട്ടികൾ ഉണ്ടാകും. ഭയങ്കര വില കുറവായി ചെടിച്ചട്ടിക്കൊക്കെ.
ഇതിനൊക്കെ 15, 13 ഇത് 13, ഇത് 15, ഇത് 15, ഏറ്റവും വലുതിന് 50 രൂപ. ഇതൊക്കെ കുറവാണ്, 10 രൂപ, 5 രൂപ. ഹലോ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. കാട്ടൂർ പോയി വന്ന് വീട്ടിൽ കയറുന്നു. വീട്ടിൽ കയറിട്ട ഒരാൾ കാത്തുക്കുണ്ട് വരണ്ടത് നോക്കിയിട്ട്. കാണിച്ചാൽ അമ്മയ്ക്ക് നാളെ അമ്മേനെ കാണിക്കണ്ടെന്ന് പറയുന്നേ. ദേ അമ്മ പോണിട്ടാ. അമ്മ ഇങ്ങോട്ട് വെക്കുന്നു. അമ്മയ്ക്ക് നാണാ. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. കാട്ടൂരിന്ന് ചെടിച്ചട്ടിയൊക്കെ വാങ്ങി. എത്ര വാങ്ങി നമ്മള്? ഇതോ കുറേ അധികം ഉണ്ട് ചെടിച്ചട്ടികൾ. ഇതങ്ങനെ എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. അമ്മ ഉണ്ടാക്കിയ ചോറ. ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ല, പുലാവ് എന്നും പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ ചോറ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ഞങ്ങൾ പോവും.